ഹായ് ഹലോ നമസ്കാരം. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബ്യൂട്ടി ട്രീറ്റ്മെന്റുകളും ട്രെൻഡുകളും ബ്യൂട്ടി ടിപ്സുകളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടി ഷെയർ ചെയ്യുന്നത്. ഞാൻ ജിജി എബ്രഹാം, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്, ലിയ ബ്യൂട്ടി സ്റ്റുഡിയോ ആൻഡ് അക്കാഡമി, ചാലക്കുടി. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് എബോവ് 40 ആയിട്ടുള്ളവർക്കുള്ള സ്കിൻ കെയറും ഹെയർ കെയറിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്കറിയാം, ഒരു 40 വയസ്സ് പിന്നിടുമ്പോഴേക്കും നമ്മുടെ സ്കിന്നിലും ഹെയറിലും ഒക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ കൊളാജിന്റെ പ്രൊഡക്ഷൻ ഒക്കെ കുറഞ്ഞിട്ട് ആ ഗ്ലോയും ആ ഒരു നല്ല ഒരു സ്മൂത്തനിങ് എഫക്റ്റ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് സ്കിൻ കുറച്ച് ഡാമേജ് ആവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് 40 വയസ്സ് പിന്നിടുമ്പോഴേക്കും. ഹെയറിലും അതുപോലെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രായക്കാരിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടി ചർച്ച ചെയ്യുന്നത്. ആദ്യമായിട്ട് നല്ല ഒരു ക്ലെൻസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ സോപ്പോ അല്ലെ ഫേസ് വാഷുകളോ ഒക്കെ ആയിരിക്കും മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ഇതുപോലെയുള്ള ക്ലെൻസിങ് മിൽക്കുകൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന്റെ ആ ഒരു ഹൈഡ്രേറ്റിംഗ് ലെവലിൽ കുറച്ച് നമ്മൾ ആ എണ്ണമയമൊക്കെ ഒരു പരിധി വരെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു നല്ല ക്ലെൻസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്. രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാലത്തും വൈകിട്ടും ദിവസത്തിൽ ഒരു 2 നേരം നല്ല ഒരു മോയ്സ്ചറൈസർ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സ്കിന്നിന്റെ ഹൈഡ്രേറ്റിംഗ് ലെവൽ നന്നായിട്ട് നിലനിർത്താനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നമ്മുടെ സ്കിന്ന് ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട്, നമ്മുടെ സ്കിന്നിന്റെ pH ഒക്കെ ബാലൻസ് ചെയ്ത് നിർത്താനായിട്ടും ഒക്കെ സാധിക്കും. അതുപോലെ നല്ല ഒരു സൺ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാം. നമ്മൾ പുറത്ത് പോകുന്നവരാണെങ്കിലും അല്ലെങ്കിലും ഒരു എബോവ് 50 ഉള്ള SPF എബോവ് 50 വരുന്ന ഒരു സൺ പ്രൊട്ടക്ഷൻ ക്രീം മസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണം. അതും ഡെയിലി ഒരു 2 തവണ യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. അതുപോലെ തന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും പോകുന്നതിന് ഒരു 20 മിനിറ്റ് മുന്നേ സൺ പ്രൊട്ടക്ഷൻ ക്രീം അപ്ലൈ ചെയ്തിട്ടുണ്ടാവണം. പിന്നെ ആന്റി ഏജിങ് സിറംസ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ റെറ്റിനോള് അല്ലെങ്കിൽ ഹൈലോറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ളത്, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളതൊക്കെ സിറംസ് നമുക്ക് കിട്ടും. ഈ സിറം ഏതെങ്കിലും ഒന്ന് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന വളരെ നന്നായിരിക്കും. ഇത്രയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും തന്നെ നല്ല ഒരു ഇലാസ്റ്റിസിറ്റി, ഷൈനിങ് ഒക്കെ നമ്മുടെ ഫേസിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫേസ് മസാജിങ്ങുകൾ അല്ലെങ്കിൽ ഫേഷ്യൽ എക്സസൈസുകളുണ്ട്. അതൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മുടെ സ്കിന്നിനെ നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഒരു ആന്റി ഏജിങ് ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ഇതിനെ നമ്മുടെ സ്കിന്നിന്റെ ഗ്ലോ നിലനിർത്താനായിട്ട് സാധിക്കും. ഇനി ഹെയറിന്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം, ഒരു 40 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഹെയറിന്റെ ഗ്രോത്തിലൊക്കെ കുറച്ച് കുറവുണ്ടാവുകയും ഹെയർ ലോസും അതുപോലെ ഹെയർ തിന്നിങ്ങും ഒക്കെ സംഭവിക്കുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് നമുക്ക് ഹെയർ മാനേജ് ചെയ്യാനായിട്ടുള്ള ടിപ്സുകളാണ് അടുത്തത്. അതായത് നമുക്ക് ആഴ്ചയിൽ 2 തവണ ഹോട്ട് ഓയിൽ ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹെയറിന്റെ ഹൈഡ്രേറ്റിംഗ് ലെവൽ നിലനിർത്താനായിട്ട്, സ്കാൽപ്പ് ഡ്രൈനെസ് ഉണ്ടായിട്ട് നമുക്ക് ഇച്ചിങ് ഒക്കെ ഉണ്ടാകുന്ന പ്രശ്നമൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആഴ്ചയിൽ 2 തവണ നമ്മൾ ഹോട്ട് ഓയിൽ മസാജിങ് ചെയ്യാം. അപ്പോൾ ഹോട്ട് ഓയിൽ മസാജിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണയായിട്ട് നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള എന്തെങ്കിലും ഓയിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഹോട്ട് ഓയിൽ മസാജിങ് വളരെ അധികം യൂസ്ഫുൾ ആണ്. അതുപോലെ നമുക്ക് ഡാൻഡ്രഫ് കൺട്രോൾ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പിൽ ഉണ്ടാകുന്ന ഇച്ചിങ്ങുകൾ, സെബോളിക് ഡെർമറ്റൈറ്റിസ് പോലെയുള്ള പ്രോബ്ലംസിനൊക്കെ കവർ ചെയ്യാനായിട്ട് വളരെ നല്ല. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത്, സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പു ഉപയോഗിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഹാർഡായിട്ടുള്ള ഷാമ്പൂസ് ഒക്കെ ഉപേക്ഷിച്ചിട്ട് സൾഫർ ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ഷാമ്പൂസ് യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ ഹെയറിലുള്ള ആ ഒരു ഹൈഡ്രേറ്റിംഗ് ലെവലും ഒരു ഓയിൽ കണ്ടന്റും ഒക്കെ നിലനിർത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്കൊരു വീക്കിലി ഒരു മാസ്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. അതായത് ഒന്നെങ്കിൽ അലോവേറ ബേസ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ബനാന ബേസ്ഡ് ആയിട്ടുള്ളത് ഒക്കെയുള്ള ഫേസ് ക്രീമുകൾ, പ്രോട്ടീൻ ബേസ്ഡ് ആയിട്ടുള്ള. ഇപ്പോൾ പാർലറിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പലതരത്തിലുള്ള മാസ്കുകളുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്പാ ട്രീറ്റ്മെന്റുകളും ഉണ്ട്. അപ്പോൾ പാർലറിൽ വരാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഇത് നമ്മുടെ ഹെയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പലതരം സ്പാ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആ സ്പാ എടുക്കുക വഴി വളരെ നല്ല രീതിയിൽ നമുക്ക് ഹെയറിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ തലയിലോ ഹെയറിലോ ഉള്ള ഒട്ടുമിക്ക പ്രശ്നങ്ങളും പരിഹരിക്കാനായിട്ട് നമ്മുടെ സ്പാ ട്രീറ്റ്മെന്റിനെ കൊണ്ട് സാധിക്കും. അങ്ങനെ വരാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബനാന പായ്ക്കുകളോ അല്ലെന്നുണ്ടെങ്കിൽ അലോവേറയുടെ പായ്ക്കുകളോ അല്ല മറ്റു പ്രോട്ടീൻ പായ്ക്കുകളോ ഒക്കെ തലയിൽ ഇടുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് മുടി നല്ല നറിഷാക്കി വെക്കാനായിട്ട് നമുക്ക് വളരെയധികം നല്ലതാണ്. പക്ഷെ ചില കാര്യങ്ങളും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് നമ്മുടെ ഡയറ്റിലും ലൈഫ് സ്റ്റൈലിലും കുറച്ച് കാര്യങ്ങളും കൂടി ഈ കൂട്ടത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡയറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം,
omega 3, vitamin E, vitamin C കൂടുതലായിട്ട് അടങ്ങിയ ഫുഡുകൾ നമ്മൾ പ്രത്യേകം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ധാരാളമായിട്ട് വെള്ളം കുടിക്കുന്ന കാര്യത്തിൽ ഒരു 3-4 ലിറ്റർ എങ്കിലും വെള്ളം കുടിക്കുന്ന കാര്യത്തിലും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നല്ല ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യവും ഉറപ്പാക്കുക. ഒരു 8 മണിക്കൂറെങ്കിലും കൃത്യമായിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടെന്നുള്ള കാര്യവും കൂടി നമ്മൾ ഉറപ്പാക്കേണ്ടതുണ്ട്. ഇനി കുറച്ച് അഡീഷണൽ ടിപ്സും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് നമ്മൾ റെഗുലർ ആയിട്ട് ക്ലീനപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ മന്ത്ലി വൺസ് ഫേഷ്യൽ മസാജിങ്ങോ ഫേഷ്യൽ എക്സസൈസോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു ആന്റി ഏജിങ് പ്രോസസ് ആയിട്ട് നമുക്ക് നമ്മളുടെ 40 ഒക്കെ കഴിഞ്ഞാൽ പോലും നമ്മുടെ സ്കിന്നിന്റെ ഒരു ഇലാസ്റ്റിസിറ്റിയും ഒരു ഷൈനിങ്ങും ഒക്കെ അതേപടി നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യുക. നമ്മൾ കൂടുതലായിട്ടുള്ള മേക്കപ്പ് പ്രോഡക്ട്സുകൾ നമ്മൾ പരമാവധി അവോയ്ഡ് ചെയ്യാം. വളരെ മിനിമൈസ് ആയിട്ടുള്ള മേക്കപ്പുകൾ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ സ്ട്രെസ് മാനേജ്മെന്റിന് നമുക്കൊരു യോഗയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെഡിറ്റേഷനോ ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. യോഗയും മെഡിറ്റേഷനും ഒക്കെ നമുക്ക് സ്ട്രെസ് മാനേജ് ചെയ്യാനായിട്ടും നമ്മളുടെ നല്ല റിലാക്സേഷൻ മൈൻഡിൽ നമ്മളുടെ ബോഡിനെയും നമ്മുടെ സ്കിന്നിനെയും ഹെയറിനെയും ഒക്കെ പിടിച്ചു നിർത്താനായിട്ടൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നിങ്ങൾ ഈ യോഗ മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമ്മളുടെ ബോഡിയിൽ ഉണ്ടാവുന്ന ഇത്തരം ചേഞ്ചസിനെ നമുക്ക് നിലനിർത്തി കൊണ്ടുവരാൻ അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനായിട്ടൊക്കെ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. അപ്പോൾ ഇതുപോലെയുള്ള ട്രെൻഡിങ് ആയിട്ടുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ താൽക്കാലികമായി ഇവിടെ പറയുന്നു, നിങ്ങളുടെ സ്വന്തം ജിജി എബ്രഹാം. താങ്ക് യു.